ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് കടപ്പുറത്തുള്ള വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കടപ്പുറത്തോട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ താഴെ പോയപ്പോൾ കരമടി വിളയ്ക്കുവാണ്. ചില വള്ളക്കാർ എന്ത് ചെയ്യും, എൻജിൻ വെച്ച് പോവും. ചിലർ ചെറിയ വെള്ളത്തിൽ തന്നെ വലയായിട്ട് പോയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് നൊത്തോലിയുടെ ഇതാണ്. അപ്പോൾ കരമടി വിളയ്ക്കുകയാണ്. ഇങ്ങനെ രണ്ട് സൈഡായിട്ട് ആൾക്കാർ നിന്നിട്ട് കടലിൽ നിന്ന് ആ വലേനെ വലിച്ച് മേളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഒരു പാട്ട് പാടും, ചില അവരുടേതായ ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചെഴുതും. ഇവരിങ്ങനെ വലിച്ച് കൊണ്ടുവരും. കടലിൻ്റെ ദിശ അനുസരിച്ച് ഇത് മാറി മാറി പോകും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ഉണക്കമീൻ്റെ സെക്ഷനിലോട്ട് പോയി. അങ്ങനെ അവിടെ പോയപ്പോൾ പലതരം ഉണക്കമീനുകളൊക്കെ കണ്ടു. പിന്നെ അതിനുശേഷം ഇനി അങ്ങോട്ട് തന്നെ പോയി, വല മേലിലോട്ട് കയറിയ ശേഷം അങ്ങോട്ട് പോയപ്പോൾ നല്ല പിടയ്ക്കുന്ന മീൻ, നമ്മുടെ നൊത്തോലി മീൻ കണ്ടോ ഗൈസ്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കടലിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന് അവിടെ തന്നെയാണ് വെച്ച് അവരെന്ത് ചെയ്യും, മീനെല്ലാം കറക്റ്റ് ചെയ്തെല്ലാം വയ്ക്കുന്നതൊക്കെ. ഇത് വന്നിട്ട് അടുത്തോട്ട് വരുംതോറും ഇവർ കുറച്ചുകൂടെ കടലിലോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും കൂടെ ചേർന്ന് ഇത് മൊത്തത്തിൽ വലിച്ച് മേലോട്ട് വയ്ക്കുന്നത്. പിന്നെ അതിനുശേഷം ഇത് മീൻ വെട്ടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. വലിയ മീനൊക്കെ വെട്ടുന്നത്. ഞാൻ ഈ മീനൊക്കെ ആദ്യമായിട്ട് കാണുമായിരുന്നു. ഇതിൻ്റെ മേലിലുള്ള മീൻ മാറ്റിയിട്ട് മുള്ളും തലയുമായിട്ട് എന്ത് ചെയ്യും, കച്ചവടം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒരു സെക്ഷനാണ്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ബാക്കി എത്രയും മീനല്ലാണ്ട് വിൽക്കാനായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ അങ്ങനെ പോയി കുറേ മീനുകളുണ്ടായിരുന്നു. ചൂര, പൊള്ളൽ, ഈ ആൻറ്റി സങ്കടം പറയുക മീൻ കച്ചവടം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം കുറച്ച് താഴോട്ട് ഇറങ്ങി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ. പിന്നെ ഞാൻ ചീമനെല്ലിക്ക മേടിച്ചായിരുന്നു. പിന്നെ ഉണ്ണിയപ്പം, നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നത്. പിന്നെ ഇനിയും കഴിഞ്ഞപ്പോൾ മീൻ കൊണ്ടുവന്നെന്ന് കേട്ടപ്പോൾ ഇനി അങ്ങോട്ട് പോയപ്പോൾ ഇനി എന്ത് ചെയ്തു, കുറേ മീനുകളെ ഇനിയും കണ്ടു ഞാൻ. കണവ, പിന്നെ ആ മീൻ ഏതാണെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഇനിയും താഴോട്ട് ഇറങ്ങി നമ്മുടെ എണ്ണപ്പലഹാരത്തിൻ്റെ അവിടെ എത്തി. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്തുണ്ടാക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഇത് വാങ്ങിയായിരുന്നു കേട്ടോ, ഇനിയിപ്പം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പിന്നെ ലാസ്റ്റിലൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനിയും ഇങ്ങനത്തെ വിശേഷം അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.